ഹായ് ഫ്രണ്ട്സ്, ഫ്യൂച്ചർ ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്യൂച്ചർ ബഡ്സ് എന്നത് ഒരു മോട്ടിവേഷൻ ചാനലാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് മോട്ടിവേഷൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും, സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും നിരാശയിലാണെങ്കിലും എന്തായിരുന്നാലും ആ അവസ്ഥ വളരെ ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഒരു എഫേർട്ടുമില്ലാതെ വെറും സാധാരണ ജീവിതത്തിലൂടെ പോകുമ്പോഴും ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെ മനോഹരമാക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി ഉള്ളവരായിത്തീരുക. ഇത് വലിയൊരു കാര്യമില്ല. ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഇഗ്നോർ ചെയ്യാൻ വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും, നമ്മൾ ജീവിതം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷമായിരിക്കുന്നത് വരെയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ നന്ദി പറഞ്ഞിട്ടുള്ളത് വളരെ ചുരുക്കം ചിലതിന് മാത്രമായിരിക്കാം. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുക, നന്ദി പറയുക എന്നുള്ളത്. ഇന്ന് നിങ്ങൾ എവിടെ ഇരിക്കുന്നു, അവിടെ നിന്നിരിക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന സമയം മുതൽ നിങ്ങൾ അങ്ങനെ ഒരു ശീലം തുടങ്ങി വെച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും വേഗത്തിൽ നിങ്ങൾക്ക് നേടാനുള്ള ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങി അതൊരു ശീലമാക്കുക. എങ്ങനെ നന്ദി പറയുക? ഇന്നിപ്പം നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾക്കൊരു മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും ഉണ്ടല്ലോ, ഒരു വീഡിയോ കാണാൻ, അതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉള്ളതിന് നന്ദി പറയുക. നിങ്ങൾക്ക് കൈ കാലും എല്ലാം പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്ക് ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയുക. നിങ്ങൾക്ക് നല്ലപോലെ ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, നല്ല കേൾവി ശക്തിക്ക്. നിങ്ങൾക്ക് നല്ലതുപോലെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ണാടി വെച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും കണ്ണാടി ഉണ്ടായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ കണ്ണാടി വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതിന് നന്ദി പറയുക. കണ്ണില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ലോകത്ത്, ചെവി കേൾക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ദിവസം തന്നതിനെ ഓർത്ത് നന്ദി പറയുക. നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ ചുറ്റും നോക്കിയാൽ ഇതെന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അതിനെ ഓരോന്നിനും പെറുക്കി നമ്മൾ നന്ദി പറയുക. അങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുത പരതന്ത്രരാകും. ബിക്കോസ് നമുക്ക് എന്തോ ഒരു കാര്യങ്ങളാണ് ഫ്രീ ആയിട്ടും അല്ലാതെയും നന്ദി പറയാൻ വേണ്ടി ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പ്രകൃതിയായിട്ടും ദൈവമായിട്ടും നമ്മുടെ ബന്ധുക്കളായിട്ടും നമ്മുടെ പേരൻസായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവരായിട്ടും അല്ലെങ്കിൽ നമ്മുടെ തന്നെ അധ്വാനം കൊണ്ടാണെങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുക. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ട്, നമുക്ക് പുതിയ പുതിയ ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് തരുന്നതിനായിട്ട് അല്ലെങ്കിൽ തന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടിയും കൂടെ നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ എന്തുമാകട്ടെ, അതിന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എനർജി പോസിറ്റീവായി തുടങ്ങുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് എനർജി ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന നമ്മുടെ ഈ ആകർഷണ നിയമം നമ്മുടെ പ്രപഞ്ചവുമായി അടുപ്പിച്ച് നിൽക്കുന്ന ഈ ശക്തി, ഇതിലേറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരാകുക. എല്ലാ കാര്യത്തിനും നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യവും, നമുക്ക് ലഭിക്കുന്ന ശ്വാസം, നമുക്ക് ലഭിക്കുന്ന ലൈറ്റ്, സൂര്യപ്രകാശം, എല്ലാത്തിനും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും. ഈ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും, നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, അതൊക്കെ നേടാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഇലാബറേറ്ററുള്ള വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇന്ന് തൊട്ട് നന്ദി. പിന്നെ നമ്മൾ ചിന്തിക്കും, ഈ വെറുതെ ഇങ്ങനെ നന്ദി പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം? നന്ദി പറഞ്ഞതുകൊണ്ട് നമുക്ക് മാത്രമേ നേട്ടമുള്ളൂ. ആരാണ് ഈ എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൂടുതൽ നന്ദിയുള്ളവന് കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. നന്ദിയില്ലാത്തവന് അവന് ഉള്ളതും കൂടെ എടുത്തു മാറ്റപ്പെടും എന്നാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ പ്രകൃതി നമുക്ക് വേണ്ടി കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും അതുപോലത്തുള്ള ആളുകളും പോസിറ്റീവായിട്ടുള്ള ആളുകളും നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ഇതാണ്, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരുമോ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ തരുമ്പോൾ നമ്മൾക്ക്
ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നേരെ തന്നെ നോക്കി പറയും, എനിക്കതിൻ്റെ കളർ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ സ്റ്റൈലായിരുന്നു വേണ്ടത്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ടാവും ഒത്തിരി സാഹചര്യങ്ങൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തി എന്താ ചിന്തിക്കുക, നമുക്ക് ഗിഫ്റ്റ് തന്ന വ്യക്തി എന്താ ചിന്തിക്കുക, ഇങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ഞാനും ഗിഫ്റ്റൊന്നും വാങ്ങി കൊടുക്കത്തില്ല എന്നല്ലേ ചിന്തിക്കുക. അതല്ല, ഇപ്പോൾ നമുക്കൊരാൾ എന്തെങ്കിലും നമ്മുടെ ബർത്ത്ഡേക്കോ അല്ല എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേക്കോ ഒരു ഗിഫ്റ്റ് തന്നു, അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇത് വളരെ മനോഹരമായിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ എന്ന് പറഞ്ഞു നോക്കിക്കേ. അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മളത് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തി എന്താ ചിന്തിക്കുന്നത്, ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഇനിയും ഗിഫ്റ്റ് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. ഈ ഒരു ഫ്രണ്ടിനെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറഞ്ഞതെങ്കിലും ഇത് തന്നെയാണ് പ്രകൃതി നമ്മളോട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി ആകുമ്പോൾ പ്രകൃതി ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ആ പേഴ്സൺ നല്ല നന്ദിയുള്ള ആളാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ പുള്ളിക്ക് വേണ്ടത്. ഈ ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, പ്രകൃതിയുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ പവർ നമ്മളിലോട്ട് വരുന്നത് എങ്ങനെയാണ്, നമ്മൾ പോസിറ്റീവായിട്ട് താങ്ക്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മനസ്സിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ എല്ലാവരോടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ്. ഈ താങ്ക്സ് പറയുന്ന ആൾക്കാരെങ്ങനെയാണ്, നല്ല നിഷ്കളങ്കമായിട്ടുള്ള ഒരാൾക്കല്ലേ നമുക്ക് കിട്ടിയതിനൊക്കെ താങ്ക്സ് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരിപ്പോൾ എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവല്ലേ. നമുക്ക് കിട്ടുന്നതിനെല്ലാം താങ്ക്സ് പറഞ്ഞ് നമ്മൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ പ്രകൃതിയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതിനെല്ലാം നന്ദിയുള്ളവളാണ് എന്നുള്ളൊരു മെസ്സേജ് നമ്മളുടെ ബ്രെയിനിലോട്ട് തന്നെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ പ്രകൃതിയുമായിട്ട് യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ പ്രകൃതിയിൽ ഇഷ്ടംപോലെ വികിരണങ്ങളുണ്ട് അല്ലേ, എന്തൊക്കെയുണ്ട്, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ, ഇലക്ട്രിസിറ്റി പവർ, ഇൻ്റർനെറ്റ് പവർ, അതെല്ലാം നമുക്കൊരു റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി റേഡിയോ സ്റ്റേഷനുകളുണ്ട് അന്തരീക്ഷത്തിൽ. പക്ഷേ നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്ക് സന്തോഷമാണ് വേണ്ടത്, നമ്മൾ താങ്ക്സ് ഗിവിങ് ആണ്, നമുക്ക് താങ്ക്സ് പറയാനുള്ള ഒത്തിരി സാഹചര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചിട്ടുള്ള ഒരു വൈബ്രേഷൻ, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒത്തുചേരും. അങ്ങനെയാണ് പ്രകൃതി നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി തരുന്നത്, അങ്ങനെയാണ് നമ്മൾ ഹാപ്പിനെസ് ആവുന്നത്. ഈ ലോകത്ത് കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പൈസയുള്ളവരും പൈസ ഇല്ലാത്തവരും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ചിലർക്ക് മാത്രം ഒത്തിരി പൈസയും ചിലർക്ക് മാത്രം ഒരു പൈസയില്ലാതെ പാവപ്പെട്ടവരായി പോയത്? അതൊക്കെ അവരുടെ മനസ്സിൻ്റെ പവർ കൊണ്ട് അവർ നേടിയെടുത്തതാണ്. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ഒരുപോലെയല്ലേ? അവർക്ക് എന്ത് സ്പെഷ്യാലിറ്റി, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്കില്ലാത്ത എന്ത് സ്പെഷ്യൽ കഴിവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ മോഡലായിട്ട് കാണുന്ന വ്യക്തിക്കുള്ളത്? നിങ്ങൾക്കുള്ളതുപോലെ തന്നെ 2 കാലും 2 കൈയും നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എല്ലാമല്ലേ ഉള്ളത്? സ്പെഷ്യൽ പവർ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? അവരുടെ മനസ്സിനാണ് സ്പെഷ്യൽ പവർ. അതുകൊണ്ടാണ് അവരതെല്ലാം നേടിയെടുത്തത്. അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് നമുക്കില്ലാതെ പോയത്. ആ പവർ ഈ താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കുന്നതിലൂടെ നമുക്കും ആ പവർ വന്നു ചേരും. ആ പവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളും ആഗ്രഹിച്ചതെല്ലാം നമുക്കും നേടാനാകും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. പ്രകൃതി എന്ന് പറയുന്നത് അബാണ്ടൻസ്, സമൃദ്ധിയുടെ ഒരു ലോകമാണ്. ഈ ലോകത്തിൽ നിനക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ ഇത്ര സുഖ സൗകര്യങ്ങളോട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ നിൻ്റെ വീട്ടുപേർ ഇതാണ്, അതുകൊണ്ട് നീ ഇത്ര മാത്രമേ സമ്പാദിക്കാൻ പറ്റൂ, ഇതിൽ കൂടുതൽ നിനക്ക് സമ്പാദിക്കാൻ പറ്റില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു 10 കോടി രൂപ വേണം, 10 കോടി രൂപ എനിക്ക് കിട്ടുമോ? ഈ 10 കോടിയൊക്കെ എടുക്കാനുള്ള ശേഷി എനിക്കുണ്ടോ? അത് എത്രയാണെന്ന് എണ്ണി നോക്കാൻ പറ്റുമോ? ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് ചിന്തയിലാണെങ്കിൽ നമുക്കൊരിക്കലും 10 കോടി ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നന്ദി ഉള്ളതിനെക്കുറിച്ചാണെങ്കിലും വേറെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് കൊണ്ടാണ്. അതൊക്കെ നമുക്ക് ഓരോരോ സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ പറയുന്നതായിരിക്കും. നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ പ്രധാനമായിട്ടും ലോ ഓഫ് അട്രാക്ഷനിൽ ആകർഷണ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് വിശ്വാസവും നന്ദിയും ഉണ്ടായിരിക്കണം. നമുക്ക് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക നമ്മൾ. പിന്നെ നമ്മൾ സംശയിക്കരുത്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ, എനിക്കൊരു 10 വർഷം കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു വീട് വേണം, എനിക്കൊരു കാറ് വേണം, എനിക്ക് ഇത്ര ബാങ്ക് ബാലൻസ് വേണം എന്നൊക്കെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ അതിനെ സംശയിക്കരുത്, എന്നെക്കൊണ്ട് പറ്റുമോ, ഇതെനിക്ക് പറ്റത്തില്ല, ഇത്രയൊക്കെ പൈസ എനിക്ക് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റും, എനിക്കുള്ള പോലത്തെ എല്ലാ മറ്റുള്ളവർ ആരാണ് ഞാൻ റോൾ മോഡൽ ചിന്തിക്കുന്നത്, ആ പുള്ളിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അവർക്കുള്ളതുപോലെ എല്ലാ കഴിവുകളുമായിട്ടാണ് ദൈവം
ദൈവം എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ച് പോകുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ വളർച്ചയിൽ നിന്ന് എന്നെ തടസ്സപ്പെടുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ച അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജീവിച്ചെങ്കിൽ അവിടെ നമ്മൾ കേട്ട് വളർന്നത് നമുക്ക് ഒത്തിരി പൈസ ആവശ്യമില്ല, നമുക്ക് ജീവിച്ച് അത്യാവശ്യം തിന്നുക കുടിക്കുക അതിന് വേണ്ടി മാത്രമുള്ള പൈസ മതി, പൈസ ഉള്ളവരെല്ലാം വലിയ മീൻസ് അത് നല്ലതല്ല, അവർ അഹങ്കാരികളാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, നമ്മുടെ ചിന്ത അങ്ങനെയാണ്, പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയുക. നമുക്ക് ലഭിക്കാനിരിക്കുന്ന നമ്മളുടെ ഫ്യൂച്ചർ പ്ലാനുകൾക്ക് വേണ്ടി നന്ദി പറയുക. എക്സാമ്പിൾ എനിക്കൊരു 2 വർഷം കഴിയുമ്പം എനിക്ക് മന്ത്ലി ഒരു 2 ലക്ഷം രൂപ മാസം ശമ്പളത്തിലുള്ള ഒരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. എഴുതി വെക്കേണ്ടത് എന്താണ്, താങ്ക് യു ഗോഡ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് നേടിത്തന്നതിനായിട്ട് നന്ദി. 2 വർഷം കഴിയുമ്പോൾ ഞാൻ 2 ലക്ഷം രൂപ മാസം വരുമാനമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ വളർത്തിയതിന് നന്ദി എന്ന് എഴുതി വെക്കുക. ആ പേപ്പർ അവിടെ വെക്കുക. അങ്ങനെ നന്ദി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞതായിട്ട് എഴുതി നന്ദി എന്ന് എഴുതി വെക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. നിങ്ങൾ ഡയറി എഴുതുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു ഡയറി എന്നും നമ്മൾ നന്ദി, നമ്മൾ ദിവസവും ഒരു 5 കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതുക. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലൊരു ഹാപ്പിനെസ് വരും. നമ്മുടെ ചുറ്റും കാണുന്നതിന് എല്ലാത്തിനോടും നമുക്ക് നന്ദി വരും. ഈവൻ നമ്മൾ കാണുന്ന വ്യക്തികളോട് പോലും നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിന് നന്ദി, നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടി, നമുക്ക് പേരൻസിനെ കിട്ടി, കുട്ടികളെ കിട്ടി, ഹസ്ബൻഡിനെ കിട്ടി, വൈഫിനെ കിട്ടി, അങ്ങനെ എല്ലാത്തിനും നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഹാപ്പി ആവും, നമ്മൾ നന്ദിയുള്ളവരാവുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന് മുതൽ നന്ദി നന്ദി എന്ന് പറയാൻ തുടങ്ങി അന്ന് മുതൽ ഒത്തിരി ചേഞ്ചസാണ്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബുദ്ധിമുട്ടാതെ എഫേർട്ട് എടുക്കാതെയും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പവർ, എനിക്കിത് ഭയങ്കര ഹാപ്പിനെസ് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതിൻ്റെയൊക്കെ മാറ്റം സംഭവിച്ചത് എന്ന് മുതൽ നന്ദി പറയാൻ തുടങ്ങി അന്ന് മുതൽ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങും. നിങ്ങൾ ഇന്ന് മുതൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ രേഖപ്പെടുത്തണം. എനിക്കറിയാം ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇത് നിങ്ങളോട് അവതരിപ്പിച്ചിട്ടില്ല എന്ന്, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷം അത് നിങ്ങളോടൊക്കെ പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആക്കാമായിരുന്നു, എന്ത് ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ അതെനിക്ക് വളരെ ഉപകാരപ്രദമാകും.